സിസി അധ്യക്ഷനെ മാറ്റിയതിന് പിന്നാലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ്. ജില്ലാ അധ്യക്ഷന്മാരെ അടക്കം മാറ്റാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടെന്ന സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. MG മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, എന്താണിപ്പോൾ ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകാനുണ്ടാകുന്ന സാഹചര്യം? അഭിലാഷ്, ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നത് 14 ജില്ലകളിൽ 10 ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ 4 ജില്ലകൾ, അതായത് കോട്ടയം, ഒപ്പം തന്നെ ഇടുക്കി, ഒപ്പം തന്നെ തൃശ്ശൂർ, കോട്ടയം, മലപ്പുറം, തൃശ്ശൂർ, ഒപ്പം തന്നെ എറണാകുളം, ഈ 4 ജില്ലകളെ ഒഴിവാക്കിക്കൊണ്ടൊരു പുനഃസംഘടന നടത്തണമെന്നായിരുന്നു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് മലപ്പുറത്ത് DCC അധ്യക്ഷനായിട്ടുള്ള VS ജോയിയെ, കാരണം സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള സാഹചര്യം നടക്കാനിരിക്കുന്നു. അതിൽ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട് അനുനയത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ VS ജോയിയെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ എത്തിയിരുന്നു. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിനെയും, ഒപ്പം തന്നെ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ മാറ്റേണ്ടതില്ല. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ഈ അടുത്തിടയ്ക്കാണ് DCC അധ്യക്ഷനെ മാറ്റുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 4 ജില്ലകളിൽ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മറ്റ് 10 ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു സമ്പൂർണ്ണ അഴിച്ചുപണി തന്നെ വേണം എന്നുള്ളൊരു നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നേതൃയോഗങ്ങളിൽ ഇതിലൊരു എതിർപ്പ് ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തേണ്ടതില്ല എന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പുതിയതായി സ്ഥാനമേറ്റെടുത്ത KPC അധ്യക്ഷൻ മറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ മുന്നോട്ട് വെച്ച ആശയത്തിൽ ഹൈക്കമാൻഡ് ഒരു പടി പിന്നോട്ട് പോകുമെന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ AICC ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തിയില്ല എങ്കിൽ സ്വാഭാവികമായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നേതാക്കളുടെ ഇടയിൽ യുവാക്കൾ അടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടൊരു പുനഃസംഘടന വേണം. അത് സമ്പൂർണ്ണ രീതിയിൽ അഴിച്ചുപണി നടത്തിയാൽ മാത്രമേ അത് സാധ്യമാകൂ. ഒപ്പം തന്നെ നേരത്തെ നമുക്കറിയാം, കാലങ്ങളായി KPCCയുടെ പുനഃസംഘടന വരുമ്പോൾ ഓരോ ഗ്രൂപ്പുകൾ, ഒപ്പം തന്നെ ഓരോ നേതാക്കൾ അവരുടേതായിട്ടുള്ള കാൻഡിഡേറ്റിനെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന പതിവായിരുന്നു. പക്ഷേ അത് ഇത്തവണ ഉണ്ടാകില്ല എന്ന രീതിയിലാണ് നിലവിൽ നമുക്ക് സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ കടുത്ത നടപടികളുമായി ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം മുതിർന്ന നേതാക്കൾക്കടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്, അതൃപ്തിയുണ്ട്. അതൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലത്തെ സാഹചര്യം സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാർത്തയുടെ വിശദാംശങ്ങളാണ് MG മിഥുൻ നൽകിയത്.